നമുക്കിന്നേ പെട്ടെന്ന് തട്ടി കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി ഉണ്ടാക്കി പോകുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. സവാള എടുക്കാം, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെള്ളുള്ളി, മല്ലിയില, ഒരല്പം കാഷ്യൂനട്ട്, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ നമ്മളുടെ പൊടി ഐറ്റംസ് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികളും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ എങ്ങനെയാണ്, ഇതെല്ലാം കൂടി വഴറ്റിയിട്ടാണ് നമ്മൾ ചിക്കൻ കറി വയ്ക്കുന്നത്. ചിക്കൻ ആണെങ്കിലും മറ്റ് നോൺ വെജ് ഐറ്റംസ് ആണെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ഇതെല്ലാം കൂടി അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ തൈര് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ തൈരും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് കുക്കറിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇത് തനിച്ചൊക്കെ താമസിക്കുന്ന ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. നമുക്ക് നേരെ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചിക്കൻ കഴുകിയെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ നമുക്കൊരു ടൈം എടുക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്നാവും. അപ്പോൾ കുക്കറിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ആ മസാല കൂട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ബാക്കി നമ്മൾ ചിക്കനും കൂടി ഒന്ന് ചേർത്ത് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുക. അതായത് നമ്മൾ കഴിക്കുന്ന ആ കറിക്ക് ഗ്രേവി എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട്, അപ്പോൾ ഓവർ ആവണ്ട, ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആവുന്നേക്കാളും ഒന്ന് കുറുകി കിടക്കുന്ന ഒരു പരുവാണ് നല്ലത്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഒരു 2 വിസിൽ എടുക്കുക. അപ്പോൾ നന്നായി നല്ല സോഫ്റ്റ് ആയിട്ട് ചിക്കൻ വെന്ത് കിട്ടാനുള്ള ഒരു വിസിൽ. പിന്നെ പ്രത്യേകം പറയാണ്, ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത് പ്രവാസിയായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, പെട്ടെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി നിനക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്തത്. അപ്പോൾ എല്ലാം കഴിഞ്ഞതാ നമ്മുടെ വിസിലൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ അതാ കറി ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ മുകളിൽ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗി ഉണ്ടായിരിക്കും. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി നമ്മൾ വിതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. മീൻസ് പൊറോട്ട, നാന്, ചപ്പാത്തി, ചോറ്, അപ്പം, ഇടിയപ്പം, ഏതിനും പറ്റിയൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് നേരത്തെ അധ്വാനമൊന്നുമില്ല, സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ.